sometimes too with your voice, but that ain't enough for me to move out and move on. I'm just gonna love you like the woman I love. We don't have to hurry, but you can take as long as you want. I'm holding steady and my heart's at home. With my hand behind you, I will catch you if you fall. I'm just gonna love you like the woman I love. Sometimes the world can make you feel you're not welcome anymore, and you beat yourself up, you let yourself get mad. And in those times when you stop loving the woman I adore, you can relax, because babe, I got your back. I got you. I don't wish to change you, you got it under control. You wake up each day different, another reason for me to keep holding on. I'm not attached to any way you're showing up. I'm just gonna love you like the woman I love. Yeah, I'm gonna love you. Oh, yeah, I'm gonna love you. You're the woman I love.
സമർപ്പിക്കുന്നു. അവരുടെ അനുഗ്രഹങ്ങളും കൃപകളും ഇതിനെ മക്കളുടേതായ കുടുംബത്തിന് അനുഗ്രഹമായി തീരണം. ഈ ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നതായ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമെ വഴി വസിപ്പിക്കണമേ. അതായത് നിനക്കത്തിന്റെ പിതാവിന് പരിശുദ്ധ ഉണ്ടായിരിക്കണം. സമർപ്പിക്കുവാനായിട്ട് തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സൂചിപ്പിക്കുന്ന പരിശുദ്ധമായിട്ട് സമൃദ്ധമാവകാശം വിവാഹിതരാകുന്ന ഏതിന്റെ മകന്റെ പേരും മകന്റെ പേരും അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന മകളുടെ പേരും ഇരുഭാനങ്ങളുടെ പേരും പിടിക്കപ്പെട്ടവരായിട്ട് പിടിച്ചവരായി കടന്നുവന്നിരിക്കുന്നവരുടെ പേരും വിവാഹം ആശീർവദിക്കുന്ന അവിടുത്തെ പരിശുദ്ധ പിതാവിന്റെ പേരും എപ്പോഴും എപ്പോഴും വന്നേ കൊണ്ടായിരിക്കുമാറാകണമേ. Father, I said till death do us part, I want to mean it with all of my heart. Help me to love you more than I love her, then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray, I pray.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ ഊശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഇടയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമൃത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കം ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. ഓശോ വകുലസ്പാൻ ലവൽമേ. ദൈവമേ നിന്റെ കർമ്മയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ദൈവത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നിറവേശു. നിന്റെ സോപ്പാടിന് മേൽ തളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ചിൻ്റെ അതിക്രമങ്ങളൊക്കെയും മായച്ചു കളയണമേ. ദൈവമേ വെളിപ്പെടുത്തി സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ വെളിപ്പതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളുടെ മനസ്സിലേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമാബലി നിരപ്പായതുമല്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ, ഊർസ്ലേമിലെ മതിലുകൾ പണിയണമേ.
അപ്പോൾ നീതിബലികളും ഹോമബലികളും നഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലികളിലെ കാളുകൾക്കിടയായി കരേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ ശുഭകോലാപോലവറോൽ റൂഹോ കാദീശോ മനോലം വാദാമൽമൂലം ഉൽമീനാമേ. ധന്യൻ വെൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുളുക കരുണാബ്ദേ മശീഹ സന്തോഷം. മരുളി തിരുസഭയെ മശീഹ കേട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും. ശുഭകോലാപോലബുറോവൽ റൂഹോ കാദീശോ മൂലം വാദാമുൽമൂലം ഉൽമീനാമേ. മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സമ്പൂജ്യം മുറിയോറാകി മേലയിലുവതാറ്. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ ആ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും ആയുഷ്കാലം മുഴുവൻ പരസ്പരം സന്തോഷപൂർവം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ഹോശോ ബബുകൂൽ സുബാൻ ലവൽമേ. നൽകുക നന്മൊഴി മാനസമേ. ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും. കൃപനിൻ അധരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാരക്കുമോ. ശുഭകോലാപോലബുറോവൽ റൂഹോ കാദീശോ മനോലം വാദാമുൽമൂലം ഉൽമീനാമേ. ഉപമകളായി ശ്രീമോൻ ചൊന്നാനേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ. 10,000 അതിലുത്തമന തൻ പൂങ്കാവാണിസറായി. ശുദ്രൻ യാക്കോബിൻ ലതയിൽ രക്തൻ നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാക്കിലിവൻ ദൈവസമൻ. വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. സ്തോമൻ ഗാനോസ് നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗണവും യാചിക്കണം.
അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പാറക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സുഭയാത്തിനടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക തിരുസഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വർണ്ണയെ തിരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവിന് സ്തുതി. തൻ്റെ തിരുസഭയുടെ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീയന്മാരെയും സ്ഥലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മധുരവാണിഷ്ഠ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞടാഴ്കാലമൊക്കെയിലും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബഹുലോനിയാമോ സഹായ പാർക്കുമോർ മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്കതിനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവം തമ്പുരാനെ, അവിടുന്ന് അനുശ്വരമായ വെടുപ്പുള്ള മോറോനും അനാദ്യതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അധീനമാകുന്നു. തൻ്റെ സൃഷ്ടി അലങ്കരിച്ച് ശേഷമാക്കി കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ തിരുസഭയ്ക്ക് നശിപ്പാകാത്ത വിധത്തിൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിന് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ അവിടുന്ന് അതിനെ ഐശ്വര്യപ്പെടുത്തുകയും മഹത്വ വസ്ത്രം അവിടുന്ന് അതിനെ ധരിപ്പിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാദിച്ച് നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ തിരുശുരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ അവിടുന്ന് നൽകി അതിനെ അവിടുന്ന് സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് അവിടുന്ന് പുറം നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാവുന്നു. ദൈവമായ കർത്താവ് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ആസ്വദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ അവിടുന്ന് തൃക്കൈ നീട്ടി സന്തോഷപൂർവ്വം അനുഗ്രഹിക്കുമാറാകണമേ. ഈ മോതിരങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായ തിരുവൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ തിരുസഭയുടെ മോതിരത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ഞാൻ സമ്പൂർണ്ണ നിറവുള്ളവരും ആയിത്തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ അവിടുന്ന് സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഏകത്തിലും പരത്തിലും അഭംഗമായി ഇവരെ അവിടുന്ന് സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലകന്മാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാൽ സഞ്ചാരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ അവിടുന്ന് സ്വന്തരാക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും അങ്ങയെ വാഴ്ത്തുകയും തിരുമുമ്പാൽ ഇടപെടാൻ നിന്നെയും നിന്റെ പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധമായ സദാസ്വദിച്ച് മാവത്തപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. പതിവ്രതയ പരിപാവന സഭയിൽ മാനോൻ കാന്തൻ വീട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്യിപ്പിച്ചേവം
ശേഷം യോഹന്നാനി കൽപ്പിച്ചാൻ വിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാറക്കുമോ ശുഭകോലാ പോല പുറോവൽ റൂഹോ കാദീശോ ഓലം വാദാമിഴോലം ഉൽബിനാമേ വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാരുമഴിഞ്ഞാലും വാഴും നീയാപത്തിന്നെ താതാ വജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിൻത്രോണോസ മുറിയോരാഹി മേലയിലുവതാറായി. ഓർക്കുമോർ വ്രതനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളൂവേ, തിരുമുൻഭാഗം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വബുകുല സുബാൻ ലവുൽ മീൻ. ആമീൻ. ബാറക്കുമോർ തൻ്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷ പൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മശീഹയുടെ വലങ്കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും കരുണാനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മശീഹയുടെ അനുഗ്രഹപൂർണ്ണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ എന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്റെ പിതാവിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പറക്കുമ്പോറും വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മസിയാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളുടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ.
സകല കപട സ്നേഹത്തെ അവർ നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നിയുണ്ടവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് അവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരഫലങ്ങളായ ശ്വസാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറെ പരിപാകിയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിൻ്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളും ദാസരുമാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിൻ്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിൻ്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിൻ്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ഹോശോ ബബുക്കുല സുബാൻ ലോൽമീ. സഭയാം തിരുസഭയാമേ അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു. എൻ വരനീവൻ ഞാൻ ധന്യ. വന്നേക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ. എന്റെ മാമോദീസായാൽ ആത്മീയായുധമാണി ഈച്ചാൻ. വിരലിന്മേൽ മേരത്തങ്ങൾ മോതിരമായും പേർക്കേകി. സ്കീപ്പായാൽ ഞാൻ പേട്ടോളാം. സുമുഖി സ്വാഗതമോതുന്നേ. താതനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ റൂഹായി ബറക്കുമോർ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ബാവാതിരുമേനി മാർത്തോമ സഭയിലെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട കുര്യനച്ചൻ, വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു വിവാഹ കൂദാശയിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ, അധ്യക്ഷതയിൽ, പ്രധാന കാർമ്മികത്വത്തിൽ നാം കൂടിയിരിക്കുകയാണല്ലോ. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 2 ഭവനങ്ങളിലായി ഒരുക്കപ്പെട്ടു. അവരുടെ പഠനവും ജീവിതത്തിൽ ഇതുവരെയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ നടന്നു. 2 ഭവനങ്ങൾ ചേർന്ന് അവർ എടുത്ത തീരുമാനങ്ങൾ, അവരൊന്നിച്ച് ഈ കുഞ്ഞുങ്ങൾ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. അവർ എടുത്ത തീരുമാനത്തെ ഇപ്പോൾ സഭ പ്രത്യേകമായി വാഴ്ത്തപ്പെട്ട മുദ്രമോതിരങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ആ ഉടമ്പടി ബന്ധത്തെ ഇവിടെ പൂർണ്ണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ കാണിക്കുന്നത് അതാണ്.
വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ബലഹീനനായ ഞാനിവിടെ നിൽക്കുന്നത്. വളരെ അടുത്ത ഇടയ്ക്കാണ് ശ്രീ ജോസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പരിചയപ്പെട്ടത്. ഏകദേശം 1 മാസം മുൻപ് ഷാർജയിൽ വെച്ച്. അവിടെ ആശാഴ്ച നടത്താനായിട്ട് ചെന്നപ്പോൾ ഭവനത്തിൽ വിളിച്ചു കൊണ്ടുപോവുകയും അത്താഴം ഒന്നിച്ച് കഴിക്കുകയും ആ സമയത്താണ് ഈ കുടുംബത്തെ പരിചയപ്പെടുന്നത്. അന്ന് ഇങ്ങനെ മെയ് മാസം 15-ാം തീയതി വിവാഹം ആണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഷമ്മാസിൻ്റെ വിവാഹം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് ഞാൻ ഒഴിയുകയും ചെയ്തതാണ്. എന്നാൽ വീണ്ടും ഇന്നിവിടെ നിൽക്കുവാൻ 1-2 കാരണങ്ങളാണുള്ളത്. പരിശുദ്ധ ഭാവാദിന മനസ്സുകൊണ്ട് ആണ് ഈ വിവാഹത്തിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത്. പരിശുദ്ധ പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ശബ്ദത്തിന് പ്രയാസമുണ്ട് എന്നിവിടെ പറഞ്ഞതുകൊണ്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാരണമുള്ളത്, എൻ്റെ ഒരു കുഞ്ഞിനെ എമിനൻസ് സ്കൂളിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു അഡ്മിഷൻ കൊടുത്തു. അപ്പോഴെനിക്ക് ഒന്നുകൂടെ വന്ന് ഇതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം ഒന്നുകൂടെ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ നാടിന് നന്മയാണ്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കുടുംബം. അതുമാത്രമാണ് എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഈ നാട്ടുകാരൻ അല്ല. എന്നാൽ ഇത്രയും വൈദിക ശ്രേഷ്ഠർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ കുടുംബം സഭയ്ക്ക് ബന്ധപ്പെട്ടതാണ്, സഭയോട് സ്നേഹമുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണ്. ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ ശ്രമിക്കുന്നില്ല. നല്ല ചൂടുള്ള അന്തരീക്ഷവുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ പരിശുദ്ധ പിതാവിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ വിവാഹം ഇതിൻ്റെ 1-ാം ഭാഗമാണ് മോതിരവാഴ്വിൻ്റെ ക്രമം. അത് ക്രിസ്തുവിലുള്ള ഒരു ഉടമ്പടി ബന്ധമാണ്, മാനുഷികമായൊരു കരാറല്ല, സ്വർഗീയമായൊരു ഉടമ്പടിയാണ്. 2 പേരും ക്രിസ്തുവിലൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അനശ്വരതയുടെ ചിഹ്നമായ സ്വർണം കൊണ്ടുള്ള മോതിരങ്ങൾ ശുദ്ധീകരിച്ച് നിങ്ങളുടെ വിരലുകളിൽ അണിയിച്ചിരിക്കുന്നത്. 2-ാം ശുശ്രൂഷ എന്ന് പറയുന്നത് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയാണ്. കിരീടങ്ങൾ നൽകപ്പെടുന്നത് ചക്രവർത്തിമാർക്കും ചക്രവർത്തിനിമാർക്കുമാണ്. കുടുംബമാകുന്ന സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ട്, രാജാവും രാജ്ഞിയുമായിട്ട് ഈ പ്രിയ മക്കൾ ഇന്ന് അഭിഷിക്തരാവുകയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. വലിയ ഉത്തരവാദിത്തങ്ങളാണ് അത്. ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു, കുറച്ച് സെലിബ്രേറ്റ് ചെയ്തു, അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല അത്. മറിച്ച് നിങ്ങളെ വിളിക്കുന്നത് ഒരു സ്നേഹ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിട്ടാണ്. ഉത്തമ കുടുംബം നയിക്കുവാനും തലമുറകൾക്ക് അത് നൽകുവാനുമുള്ള ഒരു വലിയ നൽവരത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. 2-ാമത്തെ ശുശ്രൂഷ ആദിയോടന്തം വാഴ്വിൻ്റേതാണ്. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവമേ, അബ്രഹാമിനെയും സാറയെയും വാഴ്ത്തിയ ദൈവമേ, ഗോത്രപിതാക്കന്മാരെ വാഴ്ത്തിയ ദൈവത്തിൻ്റെ അതേ അനുഗ്രഹവും കൃപയും മക്കളോടുകൂടി വസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ കിരീടം ശിരസിൽ വഹിക്കുവാൻ ഇടയാകണം. വിവാഹത്തിൻ്റെ കിരീടം സന്തോഷത്തിൻ്റേതാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ആ സന്തോഷത്തിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. അവിടെ നാം ഓർക്കേണ്ടുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് പിരിച്ച മുപ്പിരിക്കയറായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ 2 പേരും ക്രിസ്തുവിൽ ചേർന്ന് ഒന്നായിത്തീരുന്ന ഒരനുഭവം, അത് ശക്തമാണ്. പരിശുദ്ധ ഭാവാദിന മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് 10-25 വർഷം മുൻപ് ഉണ്ടായിരുന്ന സമയത്ത് പറയുന്ന പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. വിവാഹത്തിൽ ഒന്നും 2 അല്ല, ഒന്നും കൂടുതൽ ശക്തമായ ഒന്നാണ്. ഇവിടെ ബഷീറൊക്കെ പറയുന്ന പോലത്തെ ഇമ്മണി വലിയ ഒന്നാണ്. മറ്റൊരു
എറിത്തമെറ്റിക്സ് കൂടെ ബാബ തിരുമനസ്സുകൊണ്ട് ഓർപ്പിക്കാറുള്ളത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, പഠനമുണ്ടാകാം, മറ്റ് ഇൻഫ്ലുവൻസസ് ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. എന്നാൽ ക്രിസ്തു ആദ്യ സ്ഥാനത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സമ്പത്തിനും എല്ലാം വിലയുള്ളൂ. ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ, ആ ഒന്ന് കൂടെയുണ്ടെങ്കിൽ അതിനോട് ചേരുന്ന ഓരോ പൂജ്യങ്ങളും വലിയ സ്ഥാനമുള്ളതായി മാറും എന്ന് ഓർക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനെ വഹിക്കുന്ന, ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുവാനും ആശംസിക്കുവാനും ഉള്ളത്. ഈ ശുശ്രൂഷകളുടെ മധ്യത്തിലാണ് വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നത്. അവിടെ കർത്താവിൻ്റെ പ്രമാണം നിങ്ങൾക്ക് നൽകുകയാണ്. അതിപ്രകാരമാണ്: ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അത് കുരിശ് വരച്ച് അത് സ്വീകരിപ്പാൻ ഇടയാകണം. അതിനുശേഷമാണ് കിരീടങ്ങൾ പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ നിങ്ങളുടെ ശിരസിൽ അണിയിക്കുന്നത്. അതിനുശേഷം താലി, അതിമനോഹരമായ ഒരു ഭാരതീയ സാംസ്കാരിക പൈതൃകമുള്ള ഒന്നാണ്. വളരെ അർത്ഥവത്തായതാണ്. ഒരു ഹൃദയത്തിൻ്റെ രൂപമാണ് അതിന്. അതിൽ നവഗ്രഹങ്ങൾ, ചെറിയ മുത്തുമണികൾ കൊണ്ട് ഒരു കുരിശ്, അതാണ് നമ്മുടെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കുന്നത്. അത് നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൽ ബന്ധിതമായിരിക്കുന്നു എന്ന് എന്നും ഓർക്കുവാനുള്ള ഒരു അടയാളമാണ്. അതിനുശേഷമാണ് മന്ത്രകോടി അണിയിക്കുന്നത്. അത് മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയ്ക്ക് നൽകുന്ന മഹത്വത്തിൻ്റെ കിരീടമാണ്, മഹത്വത്തിൻ്റെ അങ്കിയാണ്, പാതിവൃത്യത്തിൻ്റെ സൂചനയാണ്. ഒപ്പം തന്നെ ഭാരതീയമായിട്ട് നാം അതിനെ ഒരു സാരിയാണ് നൽകുന്നത്, പുടവ കൊടുക്കലാണ്. ഭർതൃഗ്രഹത്തിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കുന്ന വലിയ സമ്മാനമാണ്. ഒരു വാക്കിവിടെ പ്രത്യേകം എടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. സ്ത്രീ അമ്മ കൂടെയാണ്. പുരുഷനിൽ ഇല്ലാത്ത ഒന്ന്, അഥവാ ചിലപ്പോഴൊക്കെ പുരുഷന്മാർ പറയാറുണ്ട്, ഞങ്ങളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. സ്ത്രീകൾ ഓർക്കേണ്ടുന്നൊരു മറുപടി ഇതാണ്: അതെ, സെക്കൻഡ് ജനറേഷൻ ഫോണാണ് ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞാണ് 3G വന്നത്, അത് കഴിഞ്ഞാണ് 4G വന്നത്. ഓരോ ജനറേഷൻ മാറുമ്പോഴും ബെറ്റർ അല്ലേ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമുക്കുള്ള ന്യൂനതകൾ കൂടെ പരിഹരിച്ചുകൊണ്ടാണ് സ്ത്രീത്വത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പുരുഷന്മാർ ഓർത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. അവരിൽ സ്വർഗത്തിൻ്റെ ഭാവമുണ്ട്. യേശുക്രിസ്തു പോലും, ദൈവം പോലും മനുഷ്യനാവുവാൻ ഒരു ഗർഭപാത്രം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് സ്ത്രീ അമ്മയാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. ആ ബഹുമാനം നൽകുവാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശ്രദ്ധ മുഴുവൻ എവിടേക്കാണ്? വിവാഹത്തിൽ മണവാട്ടിക്കാണ് പ്രധാന സ്ഥാനം, അല്ലേ? അതൊരു സത്യമാണ്. അത് എല്ലാ പാരമ്പര്യത്തിലും അങ്ങനെയാണ്. മണവാട്ടിയാണ് ശ്രദ്ധാകേന്ദ്രം. അത് സഭയുടെ പ്രതീകമാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ വിധത്തിൽ സ്ത്രീത്വത്തെ കാണുവാനിടയാകണം. അതിനുശേഷം പാണിഗ്രഹണം നടക്കുകയാണ്. കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ബലത്തോടെ ചേർത്ത് പിടിച്ച് 4 മുട്ടുകൾ ഒന്നിച്ച് നിലത്ത് കുത്തി 4 കണ്ണുകൾ ഒന്നിച്ച് ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഉള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകും. അതിനാണ് ഈ കൈകൾ ഇവിടെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ഓർക്കണം. ആ വിധത്തിൽ അനുഗ്രഹകരമായൊരു കുടുംബജീവിതത്തിലേക്ക് ഇവരെ ക്ഷണിക്കുവാൻ തക്കവണ്ണം സഭ മുഴുവൻ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. 2ാമത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ബാറക്കുമോ.